KPCC അധ്യക്ഷനായി വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ജോസഫ് വാഴക്കൻ തന്നെ. കാരണം ജോസഫ് വാഴക്കന് മറ്റൊരു ക്ലെയിം കൂടിയുണ്ട്. അദ്ദേഹം ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പിൻവലിക്കുകയും പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരികയും ചെയ്തു. അദ്ദേഹം ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാളുകളെയും യോജിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ത്രയം കൂടിയാണ് ജോസഫ് വാഴക്കൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പരിഗണന ലഭിച്ചേക്കാം. അപ്പോഴും ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ഒരു ആവശ്യം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു KPCC അധ്യക്ഷനായിട്ട് സുധാകരന് ഒരിക്കലും ഉയരാൻ കഴിഞ്ഞില്ല എന്നതൊക്കെയാണ് അദ്ദേഹത്തിന് മാറ്റാനുണ്ടായ പ്രധാനം. കാരണം അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ ഡൽഹിയിലാണ്, അല്ലാത്ത ദിവസം അദ്ദേഹം കണ്ണൂർ സ്വദേശി ആയതുകൊണ്ട് കണ്ണൂരിലാണ്. ഇത് രണ്ടും അല്ലാത്ത സമയത്ത് മാത്രമാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിരുന്നത്. KPCC അധ്യക്ഷനായി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലായിരുന്നു. പക്ഷേ നേരത്തെയുള്ള നേതാക്കന്മാരൊക്കെ ഇതിലും പ്രായം കുറഞ്ഞ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ചാണ്ടി ഉമ്മൻ KPCC അധ്യക്ഷനായി വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാജേട്ട നമസ്കാരം. രാജേട്ട, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള OJ ജനീഷ് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങളും, അത് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങളും ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംഘടനാ സംവിധാനം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണിത്. കാരണം K സുധാകരനെ എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു KPCC പ്രസിഡന്റിനെ കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി ഉയർന്നു വന്നതിനെ തുടർന്നാണ്. പിന്നീട് തുടർന്ന് വന്നിട്ടുള്ള ശ്രീ സണ്ണി ജോസഫിനെ കുറിച്ച് സമാനമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. കാരണം ഇന്ദിരാഭവനിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് സംഘടനാ രാഷ്ട്രീയകാര്യ സമിതി കൂടുകയും പാർട്ടി തീരുമാനങ്ങൾ എടുത്തൊക്കെ വേണം മുമ്പോട്ട് പോകാനായിട്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് KPCC പ്രസിഡന്റിനെ കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള വലിയൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോൾ K മുരളീധരൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരട്ട പദവികൾ, അതായത് MLA മാരും MP മാരും ഒന്നും KPCC പ്രസിഡന്റായിട്ട് വരേണ്ടതില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് കേരളത്തിൽ വേണ്ടത് ഒരു ഫുൾ ടൈം പ്രസിഡന്റാണ്, ആക്ട് ചെയ്യുന്ന ഒരു പ്രസിഡന്റിനെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുന്ന പ്രസിഡന്റുമാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ AICCയുടെ എനിക്ക് തോന്നുന്നു പരിഗണനയിലുള്ള KPCC പ്രസിഡന്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം MP ആണ്. ആന്റണിയുടെ പേര് പരിഗണിക്കുന്നുണ്ട്, അദ്ദേഹവും MP ആണ്. പിന്നീട് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ് ശ്രീ ജോസഫ് വാഴക്കൻ്റെ പേര്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന മറ്റൊരു പേരാണ് ചാണ്ടി ഉമ്മൻ MLAയുടെ പേര്. പക്ഷേ അദ്ദേഹം അപ്പോഴും MLA ആണ്. അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് പറയുന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഏക പേരിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്, ബിനു ചുള്ളിയിൽ എന്നുള്ളൊരു പേരിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അബിൻ വർക്കിക്കായിരുന്നു സാധ്യതകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അബിൻ വർക്കി MLA ആയതുകൊണ്ട് തന്നെ അബിൻ വർക്കി വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവാൻ വേണ്ടി വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയിൽ എത്തുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരാനായിട്ടാണ് സാധ്യതകൾ കൂടുതലായിട്ടുള്ളത്? അല്ല, ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് എല്ലാ സ്ഥാനമാനങ്ങളും ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം KPCC അധ്യക്ഷ സ്ഥാനം സണ്ണി ജോസഫ് ഏറ്റെടുത്തിട്ട് 1 വർഷമായിട്ടുള്ളൂ. കാരണം ഒരു VD സതീശനും അതുപോലെ തന്നെ K സുധാകരനും തമ്മിലുണ്ടായ നിരന്തരമായ തർക്കങ്ങളായിരുന്നു അത് ഒരു വലിയ വിഷയമായി മാറുകയും അതുപോലെ തന്നെ സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു KPCC അധ്യക്ഷനായിട്ട് സുധാകരന് ഒരിക്കലും ഉയരാൻ കഴിഞ്ഞില്ല എന്നതൊക്കെയാണ് അദ്ദേഹത്തിന് മാറ്റാനുണ്ടായ പ്രധാനം. കാരണം അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ ഡൽഹിയിലാണ്, അല്ലാത്ത ദിവസം അദ്ദേഹം കണ്ണൂർ സ്വദേശി ആയതുകൊണ്ട് കണ്ണൂരിലാണ്. ഇത് രണ്ടും അല്ലാത്ത സമയത്ത് മാത്രമാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിരുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഇപ്പം K മുരളീധരനൊക്കെ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം മറ്റു ചുമതലകളൊന്നും വഹിച്ചിരുന്നില്ല. ഫുൾ ടൈം ആയിട്ട് KPCC അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ KPCC അധ്യക്ഷന്മാരുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ ഏറ്റവും നന്നായി KPCCയെ കൊണ്ടുപോയ അധ്യക്ഷൻ എന്ന് പറയുന്നത് K മുരളീധരൻ തന്നെയായിരുന്നു. പിന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹം അന്ന് MLA കൂടിയായിരുന്നു. ഇപ്പൊ K മുരളീധരൻ KPCC പ്രസിഡന്റ് അതിന് ശേഷമാണ് MLA ആയത്. അല്ല, ആ സമയത്ത് MLA ആയിരുന്നു. ആ മത്സരിക്കുന്ന സമയത്ത് MLA ആയിരുന്നു. അദ്ദേഹം ദീർഘകാല KPCC അധ്യക്ഷനായിരുന്ന ആൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പൊ അദ്ദേഹം രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ സുകുമാരൻ നായർ KPCC അധ്യക്ഷന് തീർച്ചയായും താക്കോൽ സ്ഥാനം നൽകണം എന്നൊരു പ്രസ്താവന. 2006 KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വരുന്ന സമയത്ത് MLA അല്ല അദ്ദേഹം. അല്ല, തുടർച്ചയായിട്ട് അദ്ദേഹം MLA യും KPCC അധ്യക്ഷനായിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനവും വഹിക്കാതെ
KPCC അധ്യക്ഷനായിട്ട് രണ്ടുപേരായിരുന്നിരുന്നത്. ഒന്ന് കെ മുരളീധരനായിരുന്നു, അതിനു മുന്നിൽ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു മുഴുവൻ സമയം KPCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുകയും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എത്രയോ ഓട്ടങ്ങൾ നടത്തി ചെരുപ്പ് തേഞ്ഞ് അവസാനം ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ചെരുപ്പ് കടയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതെന്ന് പറഞ്ഞൊരു തമാശ പറയാറുണ്ട്. വലിയ വിജയത്തിന് ശേഷം അതാ പറഞ്ഞു, ഓടി നടന്ന് കോൺഗ്രസിനെ വിജയിപ്പിച്ച് അതിന്റെ സന്തോഷം പങ്കിടുകയും തേഞ്ഞ ചെരുപ്പ് മാറ്റി പുതിയൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ചെരുപ്പ് കടയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം മാറ്റിയത് എന്നുള്ളൊരു തമാശയായിട്ട് പറയാറുണ്ട്. അപ്പം ഇപ്പോൾ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ആവശ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലില്ലാതിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ അധികാരത്തിലേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യമായി വേണ്ടതെന്ന് പറഞ്ഞാൽ KPCCയെ വളരെ കൃത്യമായി, അതായത് സംഘടനയെ കൃത്യമായി ചലിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ KPCC അധ്യക്ഷനായി വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ജോസഫ് വാഴക്കൻ തന്നെ. കാരണം ജോസഫ് വാഴക്കന് മറ്റൊരു ക്ലെയിം കൂടിയുണ്ട്. അദ്ദേഹം ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പിൻവലിക്കുകയും പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരികയും ചെയ്തു. അദ്ദേഹം ജയിക്കുകയും ചെയ്തു ാണ്. കാരണം അദ്ദേഹം DCC അധ്യക്ഷൻ കൂടിയായിരുന്നു, അദ്ദേഹം അവിടെ ജയിക്കുന്നു. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചടുലമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ കൂടി വരണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം കെ സുധാകരനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് മറ്റൊന്ന്, അദ്ദേഹം നേരത്തെ ഒരു 10 വർഷം മുന്നേക്ക് KPCC അധ്യക്ഷനായിരുന്നെങ്കിൽ ഏറ്റവും ഗംഭീര പ്രസിഡന്റായി മാറിയേനെ. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അതിനുശേഷമാണ് അദ്ദേഹം KPCC അധ്യക്ഷനായത്. അദ്ദേഹം KPCC അധ്യക്ഷനായി ചുമതലയേറ്റെടുത്തപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പാർട്ടിയെ കോൺഗ്രസിനെ ഞങ്ങൾ സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു, ഏറ്റവും അടിത്തട്ടിൽ നിന്നും പാർട്ടിയെ ഉയർത്തിയെഴുന്നേൽപ്പിച്ച് വലിയ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ സംഘടനയെ ഇപ്പോഴും ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കൊണ്ടുവരുന്ന ബൂത്ത് കമ്മിറ്റികളൊക്കെ അങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ നടത്തി എന്നല്ലാണ്ട് DCC പുനഃസംഘടന പ്രഖ്യാപിച്ച് നടത്താൻ വേണ്ടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മൾ തടസ്സങ്ങൾ, നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജോസഫ് വാഴക്കനെ പോലെയുള്ള ഒരു നേതാവ് വരികയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് അതൊരു പുതിയ ഉണർവുണ്ടാക്കും. ഈ ജോസഫ് വാഴക്കൻ KPCC പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VD സതീശനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VD സതീശൻ ഒരു അവസരത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഒരു വ്യക്തിയാണ് ജോസഫ് വാഴക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ്, രാഷ്ട്രീയത്തിൽ കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ആ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം VD സതീശനുമായിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തലയുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് ജോസഫ് വാഴക്കൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലും ജോസഫ് വാഴക്കൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ മൂന്നാളുകളെയും യോജിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ത്രയം കൂടിയാണ് ജോസഫ് വാഴക്കൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പരിഗണന ലഭിച്ചേക്കാം. അപ്പോഴും ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ഒരു ആവശ്യം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ല, ബെന്നി ബെഹനാൻ വരുന്നു എന്ന് പറയുമ്പം നേരത്തെ കെ സുധാകരൻ വന്നതുപോലെ തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തിന് തീർച്ചയായും MP എന്നുള്ള രീതിയിലുള്ള ചില ചുമതലകൾ വഹിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഡൽഹിയിൽ കുറേ ദിവസങ്ങൾ എന്തായാലും ചിലവഴിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചിലവഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രത്തോളം പൂർണ്ണമായും ഈ KPCC അധ്യക്ഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുക, അദ്ദേഹം കഴിവുകെട്ട ആളെന്നും ഞാൻ പറയില്ല, അദ്ദേഹം നല്ല കഴിവുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ആന്റോണിയെയും ബെന്നി ബെഹനാനെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ KPCC അധ്യക്ഷനാക്കി വെക്കാതെ തന്നെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭരണത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതല്ല, സംഘടനയെ കൃത്യമായി ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഭരണത്തെയും കൃത്യമായി വാച്ച് ചെയ്യാനും എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നേതാക്കന്മാരെ കൃത്യമായി തിരുത്താനും മന്ത്രിമാരെ തിരുത്താനൊക്കെ പറ്റുന്ന ഒരാളായിരിക്കണം. ഇല്ലെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓരോ കോൺഗ്രസിന്റെ മന്ത്രിമാരും അവർക്ക് ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവസാനം കോൺഗ്രസിന്റെ വലിയ പടുകുഴിയിലേക്ക് കൊണ്ടേ ചാടിക്കാനൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണമാവും നമ്മൾ കാണേണ്ടിയില്ല. ഈ ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിട്ട് ഈ രാജേഷിനെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ ദിവസവും KPCC ഓഫീസിൽ KPCC പ്രസിഡന്റ് ഉണ്ടാവണം. ആ KPCC പ്രസിഡന്റ് ആയാൽ മാത്രമേ ഓരോ ദിവസവും ഓരോ വകുപ്പുകളിൽ, അതിപ്പോൾ UDFന്റെ മൊത്തത്തിൽ ഉള്ള വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് തന്നെ KPCC ഉണ്ടാവണം. പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന്
ഗവൺമെന്റും മന്ത്രിമാരും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു കടിഞ്ഞാൻ ഒരു കടിഞ്ഞാൻ തന്നെ വേണം. കാരണം ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല KPCCയിലൊക്കെ ഈ വല്ലപ്പോഴും കൂടുന്ന രാഷ്ട്രീയകാര്യ സമിതി ഒക്കെ എല്ലാ ദിവസവും കൂടുന്ന രീതിയിലേക്ക് വരണം. ഇപ്പോൾ CPM-ന്റെ ഒക്കെ ഓഫീസുകളിൽ നടക്കുന്ന എന്താണെന്ന് അറിയാലോ. കാരണം അവർ എല്ലാ ദിവസവും അവൈലബിൾ സെക്രട്ടേറിയറ്റും അവൈലബിൾ PB ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർ നയരൂപീകരണം നടത്തി മുമ്പോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ എല്ലാ ദിവസവും കൂടുകയും ഈ ഭരണത്തെ കൃത്യമായിട്ട് വിലയിരുത്തുകയും പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് നൽകുകയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം 3 വർഷം കഴിയുമ്പോഴത്തേക്ക് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കോൺഗ്രസിന് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ അതിന് പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജോസഫ് വാഴക്കൻ തന്നെയാണ്. അതെ, ഇപ്പം സിബി ആദ്യം സൂചിപ്പിച്ച ഒരു പേര് എന്ന് പറയുന്നത് ചാണ്ടിയുമ്മന്റെ പേരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ KPCC അധ്യക്ഷനാവാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാളുണ്ട്. അത് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഈ KPCC അധ്യക്ഷനാവുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ അല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നതാണ് എന്നെ KPCC എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവാത്തത്. KPCC അധ്യക്ഷനാവുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം, അല്ലാതെ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പാർട്ടിയെ മെച്ചപ്പെടുത്താനോ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് KPCC അധ്യക്ഷൻ കൂടെ ആവുക. കാരണം ദീർഘകാല MP ആളാണ്. അദ്ദേഹത്തിന് KPCC അധ്യക്ഷനാവണം, അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അയാൾക്ക് തിരിച്ചു വരണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിനോട് AICC കൃത്യമായി മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കൊടിക്കുന്നിൽ വീണ്ടും മത്സരിക്കുന്നു, ജയിക്കുന്നു, അദ്ദേഹം വീണ്ടും MP ആവുന്നു. അതോടുകൂടി അദ്ദേഹത്തിന് KPCC അധ്യക്ഷനാവാനുള്ള അവസരം, നേരത്തെ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റൊക്കെ ആയിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് ആ ആഗ്രഹമുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വലിയ മെനക്കെടുകൾ നടത്തുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയിൽ വരുമ്പോഴത്തേക്ക് ബിനു ചുള്ളി കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബിനു ചുള്ളി ശരിക്കും പരിഗണിക്കപ്പെട്ട ആളായിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇത് ജനീഷിലേക്കൊക്കെ വരുന്നത്. ജനീഷ് ഒന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണണം. അബിൻ വർക്കിയും അതുപോലെ തന്നെ ഈ ബിനു ചുള്ളിയിലായിരുന്നു രണ്ടുപേരും. ബിനു ചുള്ളിയിലിന് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുണ്ടായിരുന്നു. അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മറ്റു ചില ഇതൊക്കെ വെച്ചുകൊണ്ട് സമവാക്യങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഏറ്റവും ഈ ജനീഷിലേക്ക് വരുന്നതിന്റെ എൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ആവിയായി പോയതുകൊണ്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഇതെല്ലാം നിലനിന്നേനെ. കാരണം ഈ അടുത്ത കാലത്തൊക്കെ വന്നതിൽ ഏറ്റവും ശക്തനായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാരായിരുന്നു? രാഹുൽ മാങ്കൂട്ടം തന്നെ ആയിരുന്നുള്ള കാര്യം. അദ്ദേഹത്തിനെതിരെ നിരവധിയായ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുന്നതിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് ഒന്നും ശക്തിപ്പെട്ടിട്ടൊന്നുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ദുർബലമായ കാലഘട്ടത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലഘട്ടം കടന്നുവിട്ടത്. കാരണം അത് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായൊരു കാരണം ഒരിടത്ത് പോലും ഞാൻ പറയട്ടെ, ഇപ്പോൾ കൊല്ലത്ത് തന്നെ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കമ്മിറ്റികൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അങ്ങനെ പല സ്ഥലത്തും മണ്ഡല കമ്മിറ്റികൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ ഒരു സമര രാഹുൽ മാങ്കൂട്ടം നല്ലൊരു ഡിബേറ്റർ ആയിരുന്നു, ചാനൽ ചർച്ചയിലെ ഡിബേറ്റർ ആയിരുന്നു. ഈ അണികൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ്കാർക്കിടയിൽ അദ്ദേഹം വലിയ സ്വീകാര്യത ഉണ്ടായ ആളായിരുന്നു. അദ്ദേഹം സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാനും അതുപോലെ തന്നെ അവരൊക്കെ സമരമുഖത്തേക്ക് ഇറക്കാനൊക്കെ വലിയ പങ്കുവച്ചു എന്നുള്ള നമ്മളതൊന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളും അദ്ദേഹം പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്ന സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല, തിരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഒരുപാട് ആരോപണങ്ങളുണ്ടല്ലോ, വ്യാജ കാർഡ് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചു വേറെ ആരുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ്. പക്ഷേ ഇപ്പൊ അബിൻ വർക്കി ഇപ്പൊ അത്തരത്തിൽ ആരോപണങ്ങൾ ഇനി ഉന്നയിക്കാൻ കാരണം അദ്ദേഹം ഇപ്പൊ MLA ആയിരിക്കുന്നു, അദ്ദേഹത്തിന് വേറെ ചുമതലകൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഭാവിയിൽ കോൺഗ്രസ് ഉണ്ടാവുള്ളൂ എന്നും കൂടി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ യുവാക്കളെ മറ്റൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവല്. അല്ലാണ്ട് ഏതെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങളാവരുത്, നേതാക്കന്മാരുടെ താല്പര്യങ്ങളാവരുത്. അത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ആളും അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ചാണ്ടിയുമ്മന്റെ പേര് പറഞ്ഞു, ആ ചാണ്ടിയുമ്മന്റെ പേരും കോൺഗ്രസ് അധ്യക്ഷനാവാൻ പറ്റുന്ന ആളാണ്. പക്ഷെ ആ പ്രായം മാറി. അതുപോലെ കോൺഗ്രസ് അധ്യക്ഷനായി വരിക എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി പക്വതയും ഒക്കെ വേണ്ടതാണ്. മറ്റ് നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഭാരിച്ച ചുമതല ഏറ്റെടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിയൊക്കെയായി വരാൻ പറ്റുമായിരുന്നു. പക്ഷേ KPCC അധ്യക്ഷനായി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലായിരുന്നു. പക്ഷേ നേരത്തെയുള്ള നേതാക്കന്മാരൊക്കെ ഇതിലും പ്രായം കുറഞ്ഞ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ചാണ്ടിയുമ്മൻ KPCC അധ്യക്ഷനായി വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി പക്വതയും എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല കെമിസ്ട്രിയൊക്കെ കൃത്യമായി വർക്കൗട്ട് ആവുന്ന ഒരാളെ തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾക്ക് നിർദ്ദേശിക്കാനുള്ളത് ജോസഫ് വാഴക്കന്റെ പേര് തന്നെയാണ്. കാരണം അദ്ദേഹം തന്നെ വരട്ടെ, കോൺഗ്രസ് കുറച്ചും കൂടി ശക്തിപ്പെടട്ടെ. അതുപോലെ തന്നെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരും കുറച്ചും കൂടി
നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പം അഭിപ്രായപ്പെടാനുള്ളത്.